ഒരു മനുഷ്യനെ നമ്മൾ പലപ്പോഴും ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു രീതിയിൽ കാണുമ്പോഴാണ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണതെന്ന്. ആ ഒരു രീതിയിൽ പലരും ഇതാണ് അവർ എന്നുള്ള രീതിയിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇത്ര പ്രശ്നം എന്ന്. അതെ, അത് ശരിയാണ്. പക്ഷേ പുള്ളിക്കാരി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതി ലൊക്കേഷനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും നല്ല പാവം പോലെയാണ് സംസാരിച്ചത്. ആള് പാവമാണെന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അവർ ആ ഡ്രസ്സിൽ വന്നു, പിന്നെ സിനിമേനേക്കാളും കൂടുതലായിട്ട് ഉദ്ഘാടകയായിട്ട് മാറി. അപ്പം ആ ഒരു ഡ്രസ്സിൽ വന്ന് എനിക്കിപ്പോ വേറൊരു കാര്യം കൂടിയുണ്ട്. ഹണി റോസിന്റെ ഒരു പക്ഷം എനിക്ക് പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹണി റോസിന്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും വരുമ്പോ അതിൽ വന്നിട്ട് കുറെ ഞരമ്പന്മാര് വന്നിട്ട് അതിന് ഞാൻ ഹണി റോസിന്റെ കൂടെ നിൽക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൃത്തികേട് ചെറിയ വൃത്തികേടൊന്നും അല്ല പറയണം, മനസ്സിലായോ? അത് ചിലപ്പോ പറയണ കൂട്ടത്തിൽ ചിലപ്പോ ഹണി റോസിന്റെ പപ്പേനെയും മമ്മീനെയും കൂടി ചേർത്ത് തെറി വിളിക്കണ ബിരുദന്മാരും ഉണ്ട്. അപ്പൊ അങ്ങനെ അഴിഞ്ഞാടാനുള്ളതല്ല ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം എന്ന് എനിക്ക് പറയാം. എന്താ വെച്ചാൽ എന്ത് വൃത്തികേടും വിളിച്ച് പറയുന്നു അവന്മാർക്ക് ഹണി റോസ് കൊടുത്തേക്കണ ഒരു താക്കീത് കൂടിയായിട്ടാണ് ഞാൻ ഇതിന് കണക്കാക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ല? അപ്പം ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരൊന്നും ഇങ്ങനെ നടക്കണവരല്ലെന്നൊക്കെ പറയും. നമുക്കറിയത്തില്ല ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല, എങ്ങനെയാണ് നടന്നോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ എന്നാലും നമ്മളോട് വന്ന് പെരുമാറേണ്ട ആവശ്യം എന്താ? നമ്മളോട് എന്തിനാണ്? അത് നമ്മുടെ ഇഷ്ടമല്ലേ, അറിയില്ല. അവർക്ക് കാണണമെങ്കിൽ അവര് വേണ്ട അത് കിറ്റ് ചെയ്ത് അവർ പോയിക്കോട്ടെ. ഞാനിപ്പോൾ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നവരെ ഞാൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും കൂടുതലായിട്ട്. ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും, പക്ഷെ ഞാൻ ബ്ലോക്ക് ചെയ്ത് പോകും. അവർക്ക് പിന്നെ അവർ കാണത്തില്ലല്ലോ എൻ്റെ